ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ AAY കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. 13 ഇനങ്ങൾ ഉൾപ്പെടുന്നതാകും ഇത്തവണത്തെ ഓണക്കിറ്റ്. ഇതിനായി 34.29 കോടി രൂപ മുൻകൂറായി സപ്ലൈകോ അനുവദിച്ചിരുന്നു. ആകെ 5,99,000 കിറ്റുകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ റേഷൻ കടകൾ മുഖേനയാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുക. കഴിഞ്ഞ തവണ നൽകിയ ഇനങ്ങളിൽ നിന്നും അധികം വ്യത്യസ്തമില്ലാതെയാണ് ഇത്തവണയും ഓണക്കിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇനങ്ങൾ തേയില, ചെറുപയർ പരിപ്പ്, സേമിയ മിക്സ്, നെയ്യ്, കശുവണ്ടിപ്പരിപ്പ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ് എന്നീ ഇനങ്ങൾക്കൊപ്പം തുണിസഞ്ചിയും ഉൾപ്പെടുന്നതാകും 2024 ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന ഓണക്കിറ്റിൽ ഉണ്ടാവുക. ഓണക്കിറ്റ് വിതരണം എന്നു മുതൽ ആരംഭിക്കുമെന്ന കാര്യത്തിൽ അറിയിപ്പ് നൽകിയിട്ടില്ല. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ വിവരങ്ങൾ പങ്കുവെക്കും. ഓണക്കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. സെപ്റ്റംബർ 6 മുതൽ എല്ലാ ജില്ലാ സ്ഥാപനങ്ങളിലും സെപ്റ്റംബർ 10 മുതൽ 14 വരെ താലൂക്ക് സ്ഥാപനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും. കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിപണനം ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഓണം ഫെയറുകളിൽ ഒരുക്കും. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സൂപ്പർ മാർക്കറ്റുകളിലൂടെ വിതരണം ചെയ്യും. ഇതിനു പുറമെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫർ നൽകി വിൽപ്പന നടത്തുമെന്നും സർക്കാർ അറിയിച്ചു. ഇതേസമയം BPL, APL, നീല, വെള്ള തുടങ്ങിയ റേഷൻ കാർഡുകാർക്ക് ഇത്തവണ സർക്കാർ ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. സെപ്റ്റംബർ 7 മുതൽ 14 വരെ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന 1500ഓളം ഓണച്ചന്തകളാണ് കൺസ്യൂമർ ഫ്രണ്ട് ഇവർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ 73 എണ്ണം ത്രിവേണി സ്റ്റോറുകളിലൂടെയും ബാക്കിയുള്ളവ സഹകരണ ബാങ്കുകൾ മുഖേനയുമാണ് നടത്തുകയെന്നും അധികൃതർ അറിയിച്ചു. സപ്ലൈകോ നിശ്ചയിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ 13 ഇനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകിയിരിക്കുന്നത്. 10 മുതൽ 40% വരെ വിലക്കുറവിൽ ത്രിവേണികളിൽ സാധനങ്ങൾ ലഭ്യമാകും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയിരുന്നു.